ഇന്ത്യ എന്ന മഹാരാജ്യം വളരെ ശക്തമായി തന്നെ സാമ്പത്തിക മേഖലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്ന കാര്യം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നതും കുറച്ചു മാസങ്ങൾക്ക് മുന്നേ, അതായത് ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ സാമ്പത്തിക ശക്തിയായി നിലവിൽ അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഏഷ്യൻ രാജ്യമാണ് ചൈന. പാശ്ചാത്യ രാജ്യങ്ങളായ ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെ പിന്നിലാക്കി മുന്നോട്ട് കയറി വന്ന രാജ്യമായ ചൈനയോട് അമേരിക്കയ്ക്കുണ്ടായ നീരസത്തെ തുടർന്ന് അമേരിക്ക ചൈന വ്യാപാര യുദ്ധം നടന്നത് നാം കണ്ടതാണ്. ചൈനയുടെ ഇമ്പോർട്ട് താരിഫ് 145% ഉയർത്തിയപ്പോൾ അമേരിക്ക ഇമ്പോർട്ട് താരിഫ് 125% ചൈനയുടെ മേലും ഉയർത്തി. ഒടുവിൽ ഒരിടത്തും എത്തുന്നില്ല എന്ന് കണ്ട ചൈനയുടെ ആവനാഴിയിലെ അസ്ത്രമായ റെയർ എർത്ത് എലമെന്റ്സ് എടുത്തുകൊണ്ട് മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്നതിൽ നിയന്ത്രണം ചൈന കൊണ്ടുവന്നു. ലോകരാജ്യങ്ങളിലെ ഓട്ടോമൊബൈൽസ്, ഡിഫൻസ്, ഇലക്ട്രിക് വെഹിക്കിൾസ് തുടങ്ങിയ മേഖലയിൽ വളരെ പ്രധാനമായ പങ്കുവഹിക്കുന്ന റെയർ എർത്ത് എലമെന്റ്സ് ചൈന കൊണ്ടുവന്ന നിയന്ത്രണം അമേരിക്കയ്ക്കും ഇന്ത്യക്കടക്കം വെല്ലുവിളിയാണ് ഉയർത്തിയത്. അതിനുശേഷം ചൈന ഒരുമിച്ചിരുന്ന് അമേരിക്ക ചൈനയുടെ മേൽ ചുമത്തിയ 145% ഇമ്പോർട്ട് താരിഫ് 30%ത്തിലേക്കും ചൈന അമേരിക്കയുടെ മേൽ ചുമത്തിയ 125% താരിഫ് 10%-ആയും അടുത്ത 90 ദിവസത്തേക്ക് തീരുമാനമായി. ചൈന അമേരിക്കൻ വ്യാപാര യുദ്ധത്തിന് ശേഷം ചൈനയ്ക്ക് അമേരിക്കയിലെ മാർക്കറ്റ് നഷ്ടമാവുകയും ചൈനയിലെ ഗാർമെന്റ്സ് വ്യവസായങ്ങൾ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ചൈനയുടെ ഡൊമസ്റ്റിക് കൺസംപ്ഷൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ചൈനയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ തന്നെ ജനങ്ങൾ ഒരു സാധനങ്ങൾ വാങ്ങുക, ഉപയോഗിക്കുക എന്ന രീതിയല്ല പിന്തുടരുന്നത്. ചൈനക്കാരുടെ ഇടയിൽ സാധനങ്ങളുടെ ഉപഭോഗം വളരെ കുറവാണ് എന്ന് സാരം. അതുകൊണ്ട് തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനായി ഇന്റർനാഷണൽ മാർക്കറ്റുകളായ US എന്ന ഒരൊറ്റ ഡെസ്റ്റിനേഷനെ ആശ്രയിച്ചാണ് ചൈന കഴിഞ്ഞിരുന്നത്. ഈ അടുത്ത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഭാഗമായി ഐഫോൺ കമ്പനി ഇന്ത്യയിൽ ഉൽപ്പാദനം തുടങ്ങിയതും ചൈനയ്ക്ക് തിരിച്ചടിയായി. ചൈനയുടെ ഡൊമസ്റ്റിക് കൺസംപ്ഷൻ മാർക്കറ്റാണെങ്കിൽ വളർച്ച രേഖപ്പെടുത്തുന്നില്ല. ട്രംപ് താരിഫ് കൊണ്ടുവന്ന് ചൈനയുടെ വളർച്ചയ്ക്ക് കടക്കൽ കത്തിവെച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ചൈനയുടെ തന്നെ കയറ്റിവിടാൻ പറ്റാത്ത പ്രൊഡക്റ്റുകൾ കൺസോളിഡേറ്റഡ് ഫേസിലേക്ക് പോയത്. അതായത് ചൈനയിൽ ഉൽപ്പാദനമുണ്ട്, വിൽക്കാൻ അന്തർദേശീയ വിപണി അനുകൂലമല്ല. അപ്പോഴാണ് തെമു പോലുള്ള ചൈനീസ് ആപ്പുകൾ വഴി ചൈന യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അമേരിക്ക എന്ന വിപണിയിൽ നിന്നും യൂറോപ്പിലേക്ക് ചൈനയുടെ വിപണിയുടെ മാറ്റത്തെ യൂറോപ്പ് വിളിച്ചത് എ ന്യൂ ചൈന ഷോക്ക് എന്നാണ്. ഇപ്പോൾ ചൈനീസ് നിർമ്മാതാക്കൾ യൂറോപ്പ്, ജർമ്മനി, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് യൂറോപ്പിൽ കാലങ്ങളായി ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്ക് ഒരു വലിയ ഷോക്ക് തന്നെയാണത്. മെയ് മാസത്തിൽ മാത്രം 12% ഷിപ്മെന്റ് ഉണ്ടായിരുന്ന ചൈനീസ് പ്രോഡക്റ്റ് 22% വർധനവാണ് ജർമ്മനിയിൽ മാത്രമായി ഉണ്ടാക്കിയിരിക്കുന്നത്. യൂറോപ്യൻ കമ്പനികൾക്ക് ചൈനീസ് പ്രോഡക്റ്റുകൾ കടുത്ത മത്സരമാണ് കൊടുക്കുന്നത്. യൂറോപ്പിലേക്ക് ചൈന ട്രേഡ് മാറ്റിയാലും അമേരിക്കയുടെ മാർക്കറ്റിന്റെ കപ്പാസിറ്റി യൂറോപ്പിന്റെ മാർക്കറ്റിന്റെ കപ്പാസിറ്റിയുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഓഫ്-ലെഡഡ് പ്രോഡക്ട്സ് യൂറോപ്പിൽ കനത്ത സാമ്പത്തിക തിരിച്ചടി കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു വലിയ ജിയോ പൊളിറ്റിക്സ് കാണാൻ സാധിക്കുന്നതാണ്. ചൈനയുടെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ മോശമായ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയുടെ കൺവേർജൻസ് ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ചുരുങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ കൺവെർജൻസ് ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചൈനയിൽ ഉൽപാദനം വർദ്ധിപ്പിച്ച് ആഗോള രാജ്യങ്ങളിലേക്ക് മെയിനായി ഇവരുടെ വിൽക്കാനുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അമേരിക്കയായിരുന്നു. അമേരിക്ക താരിഫ് കൊണ്ടുവന്നതോടെ അമേരിക്ക എന്നുള്ള മാർക്കറ്റ് നഷ്ടമായി. ഇവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് ചുരുങ്ങുകയാണ് ചെയ്തത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്ന ട്രിലാറ്ററൽ സഖ്യം ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ത്യയുടെ അതിർത്തിയിൽ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഇവിടെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ പിന്നോട്ടടിക്കുന്ന രാജ്യങ്ങളാണ്. അതിൽ ചൈനയുടെ എണ്ണം തികക്കുമ്പോൾ അത് ഉറപ്പായും ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഒരുമിച്ച് യുദ്ധം ചെയ്യാനുള്ള സാധ്യത കൂടുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ബംഗ്ലാദേശിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനുസ് ചൈന സന്ദർശിച്ചിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മാർക്കറ്റ് ബംഗ്ലാദേശിന് ചരക്ക് എത്തിക്കാൻ ഒരു വഴി വേണമെന്ന ആവശ്യമാണ് ചൈനയോട് ആവശ്യപ്പെട്ടത്. മെയ് 17-ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാന്റെ പക്ഷം പിടിച്ച് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശ് പിടിച്ചെടുക്കും എന്ന യൂനുസിന്റെ വാക്കിന് കൊടുത്ത മറുപടിയാണ് ബംഗ്ലാദേശിന്റെ കണക്കിന് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിരുന്ന തുണിത്തരങ്ങൾ ബാൻ ചെയ്തുള്ള ഇന്ത്യയുടെ നടപടി. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലം വരെ ഇന്ത്യയെ ബംഗ്ലാദേശിന്റെ നയതന്ത്ര സുഹൃത്തായാണ് ബംഗ്ലാദേശ് കണ്ടുപോന്നിരുന്നത്. ഹസീനയുടെ ഭരണത്തിന്റെ അട്ടിമറിയോടെ താൽക്കാലിക ഭരണത്തിൽ വരുന്ന യൂനുസ് ഇന്ത്യയുടെ ശത്രുക്കളായ പാകിസ്ഥാനും ചൈനയുമായി അവർക്ക് അനുകൂലമായ തീരുമാനമാണ് എടുത്തുപോരുന്നത്. നേരത്തെ തന്നെ 2.5 ഫ്രണ്ട് വാർ അഥവാ 2.5 മുന്നണി യുദ്ധം എന്ന് വെച്ചാൽ ഇന്ത്യ
പാകിസ്ഥാനും ചൈനയുമായി നേരിടുന്നതിനൊപ്പം തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര ഭീകരവാദത്തിൻ്റെയും സുരക്ഷാ വെല്ലുവിളികൾ ഇന്ത്യ നേരിടേണ്ടി വരും എന്ന് ഇന്ത്യക്ക് കണക്കുകൂട്ടി വച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ചൈനയും പാകിസ്ഥാനും അവരുടെ റോളും വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ബംഗ്ലാദേശും ചൈനയും പാകിസ്ഥാനുമായി കൂട്ടുകൂടുമ്പോൾ ഇന്ത്യ നേരിടേണ്ടത് ഒരേ സമയത്ത് 3 ശത്രുക്കളെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി ഇന്ത്യ കാണേണ്ടതുമുണ്ട്. അതിനായി ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ അതിർത്തി പ്രശ്നങ്ങൾ പുറത്തുനിന്നും ചൈനയായാലും ബംഗ്ലാദേശ് ആയാലും കയറാൻ പറ്റാത്ത രീതിയിൽ ശക്തമായ സാമ്പത്തിക ഉപരോധവും ഈ പ്രദേശങ്ങളെ ശക്തമായി നിരീക്ഷിക്കുകയും ചെയ്യണം. ഇനി ഇന്ത്യ കാണാൻ പോകുന്നത് 2 പോയിന്റ് ഫ്രണ്ട് വാറിന് പകരം ബംഗ്ലാദേശും കൂടി കളം പിടിക്കുമ്പോൾ 3 പോയിന്റ് ഫ്രണ്ട് വാറിന് വേണ്ടി ഇന്ത്യ തയ്യാറായിരിക്കണം. ഇവിടെ അമേരിക്ക കാണുന്ന ഒരു ജിയോ പൊളിറ്റിക്സ് ഉണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന ട്രിലാറ്ററൽ സഖ്യം വെച്ച് ഇവർ 3 പേരും ഒരുമിച്ചിട്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ സംഘർഷാവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയും നിരന്തരമായ യുദ്ധത്തിൽ വന്നുപെടുക വഴി ചൈന, ഇന്ത്യ തുടങ്ങിയ സാമ്പത്തിക ശക്തികളെ മുൻനിരയിൽ നിന്നും പിന്നോട്ട് വലിക്കാൻ പറ്റുമെന്ന് അമേരിക്ക കാണുന്നു. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് പറഞ്ഞത് ഇവിടെ വളരെ പ്രസക്തമാണ്. ബംഗ്ലാദേശിന്റെ ഭരണത്തിന്റെ അട്ടിമറിക്ക് പിന്നിൽ അമേരിക്ക ഉണ്ടെന്നാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് പറഞ്ഞത്. അമേരിക്ക ഏഷ്യയിലെ റഷ്യയെ തകർത്തു. ചൈനയാണെങ്കിൽ സാമ്പത്തിക പ്രശ്നം അവിടെയുമുണ്ട്. ഇനി ഇന്ത്യയെ പൂട്ടണമെങ്കിൽ 3 രാജ്യങ്ങളും ഇറങ്ങണം. ഇതെല്ലാം അറിയുന്ന ഇന്ത്യ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശിന് വേണ്ടി 3.5 ഫ്രണ്ട് വാർ എന്നും പറഞ്ഞ് ഇന്ത്യ കാത്ത് തയ്യാറായി നിൽക്കുന്നത്.